ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 314. ലാവണ്യയുടെ അച്ഛനും അമ്മയും തങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഗീതാമ്മ. അവർക്ക് ആ കാര്യത്തിൽ വളരെയധികം സങ്കടം തോന്നി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവിടെ സംഭവിക്കേണ്ടിയിരുന്നത്. ലാവണ്യ തന്റെ വീട്ടിൽ മരുമകളായി കയറി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അവളുടെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ ഒരു അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. മാത്രവുമല്ല, ദർശൻ ഇത്തരത്തിൽ സംസാരിക്കുമായിരുന്നില്ല. ലാവണ്യ എവിടെ പോയെന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് താൻ കാരണമാണെന്ന് ഗീതാമ്മക്ക് തോന്നി. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും അവർ ചിന്തിച്ചു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോൾ അവർക്ക് നീലിമയോട് വല്ലാത്ത പക തോന്നി. താൻ അത്രയുമൊക്കെ പറഞ്ഞിട്ടും തനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്നറിഞ്ഞിട്ടും അവൾ തന്റെ മകനെ വിട്ടുപോവാത്തത് ഗീതാമ്മക്ക് ഒരു അപമാനമായി തോന്നി. അവൾ അത്രയുമൊക്കെ വില മാത്രമേ തനിക്ക് തരുന്നു എന്നും അവർ ചിന്തിച്ചു. അവളെപ്പോലെ ഒരു പെൺകുട്ടി തന്റെ മരുമകളായി വരിക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമായിരുന്നു. നീലിമ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. മറ്റെന്ത് കാര്യമായിരുന്നാലും ഗീതാമ്മ ക്ഷമിച്ചു തന്റെ മകന്റെ കൂടെ ജീവിക്കാൻ അവർക്ക് സമ്മതം കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ട് തന്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ അവർക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതൊന്നും കാര്യമാക്കാതെ സിദ്ധാർത്ഥ് അവളെ തന്നെ വിവാഹം കഴിച്ചതിലുള്ള വിയോജിപ്പ് ഗീതാമ്മയുടെ മുഖത്ത് തെളിഞ്ഞു കിടന്നിരുന്നു. അതിനൊപ്പം തന്നെ ലാവണ്യെ കാണാതായതിനെ കുറിച്ചുള്ള സംശയങ്ങളും അവർക്കുണ്ടായിരുന്നു. അവർ നെടുവീർപ്പിട്ടുകൊണ്ട് ഭർത്താവിനെ നോക്കി പറഞ്ഞു, ലാവണ്യ മോൾക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതൊരു പാവം കുട്ടിയാണ്. അതിന് വല്ലാത്ത വിഷമമായി കാണേ. അവളെ ഒന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഇനി ദർശൻ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ സിദ്ധാർത്ഥായിരിക്കുമോ? ഗീതാമ്മ ചോദിച്ചത് കേട്ട് വിശ്വനാഥൻ അവരെ നോക്കി പറഞ്ഞു, നീ വിചാരിക്കുന്നത്ര പാവമൊന്നുമല്ല ലാവണ്യ. അതുകൊണ്ട് അവളെക്കുറിച്ച് മാത്രം ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യവുമില്ല. അവൾ എവിടെ പോവാനാണ്? വല്ലയിടത്തും മാറി നിൽക്കുന്നുണ്ടാവുക. വിഷമമൊക്കെ മാറിക്കഴിഞ്ഞാൽ അവൾ തന്നെ ഇങ്ങ് തിരിച്ചു വന്നോളും. സിദ്ധാർത്ഥ് അവളെ ഉപദ്രവിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൾ അത്ര നിഷ്കളങ്കയാണെന്നും എനിക്ക് തോന്നുന്നില്ല. അവൾ തിരികെ വരുമ്പോൾ വരട്ടെ, വിശ്വനാഥൻ പറഞ്ഞു. അപ്പോൾ ഗീതാമ്മ അത് കേട്ട് മനസ്സിലാവാത്ത മട്ടിൽ അയാളെ നോക്കി. നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? അവൾ എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത്? മര്യാദക്കിരുന്ന് അവളെ നമ്മളല്ലേ വിവാഹത്തിന് നിർബന്ധിച്ചത്? നമ്മൾ കാരണമല്ലേ ആ കുടുംബം നാണം കെട്ടത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഗീതാമ്മ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അത് കേട്ട് വിശ്വനാഥൻ ഭാര്യയെ നോക്കി. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദർശൻ ഇപ്പോ ഇവിടെ വന്ന് സംസാരിച്ചത് വെച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലാവണ്യയും ഒരു പക്ഷെ അയാളെപ്പോലെ നമ്മുടെ പണം ആഗ്രഹിച്ചതാണ് കൂടെ നിന്നതെങ്കിലോ? സിദ്ധാർത്ഥനെ വിവാഹം കഴിച്ചാൽ കോടിക്കണക്കിന് വരുന്ന അവന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. അതവൾ ചിന്തിച്ചു കാണും. അതുകൊണ്ടായിരിക്കും അവൾ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവൾ അത് നേരിട്ട് പറയാതെ നിന്നെ വലയിലാക്കി. നീ തന്നെ അങ്ങോട്ടേക്ക് ഒരു പ്രൊപ്പോസലും വെച്ചു. അങ്ങനെയും സംഭവിക്കാമല്ലോ. ദർശൻ ഇവിടെ വെച്ച് സംസാരിച്ചത് കേട്ടപ്പോൾ മുതൽ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ എന്റെ വെറും ഊഹങ്ങളാണ്. എന്നിരുന്നാലും നീ ലാവണ്യെ പഴയതുപോലെ തലയിലൊന്നും കൊണ്ട് നടക്കണ്ട. ഭർത്താവ് പറഞ്ഞത് കേട്ട് ഗീതാമ്മ മറുപടി പറയാതെ അയാളെ നോക്കി. കൂടുതലൊന്നും അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് അവർക്കും തോന്നി തുടങ്ങി. എങ്കിലും പൂർണ്ണമായി ലാവണ്യെ അവിശ്വസിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ സമയം കിട്ടിയില്ല. കാരണം അവരുടെ വീട്ടിലേക്ക് അപ്പോൾ ഒരു അതിഥി കയറി വന്നു. അതിഥിയുടെ കാർ കണ്ടപ്പോൾ തന്നെ വിശ്വനാഥൻ ഭയന്ന് പുറത്തേക്ക് നോക്കി. അച്ഛനാണല്ലോ വരുന്നത്. ഇതെന്താ മുന്നറിയിപ്പൊന്നുമില്ലാതെ വരുന്നത്? ഇങ്ങനൊരു പതിവ് അച്ഛനില്ലല്ലോ. അയാൾ ആശങ്കയോടെ ചോദിച്ചു. എന്നിട്ട് ഭാര്യയോടൊപ്പം പുറത്തേക്ക് നടന്നു. ഗീതാമ്മയുടെ മനസ്സിലും അയാളുടെ അതേ ആശങ്ക തന്നെയായിരുന്നു. പ്രതാപ വിശ്വ സാധാരണ വിളിച്ച് അറിയിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരാറുള്ളത്. കാരണം ബിസിനസിന്റെ എന്തെങ്കിലും തിരക്കുകളിലായിരിക്കുമ്പോൾ വിശ്വനാഥനും ഗീതാമ്മയും വീട്ടിലുണ്ടാവാറില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഉണ്ടോ എന്ന് നോക്കി മാത്രമേ അയാൾ വരാറുള്ളൂ. അതുമാത്രവുമല്ല, അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് തന്നെ വളരെ അപൂർവമാണ്. സിദ്ധാർത്ഥന്റെ വിവാഹത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ഒന്നോ രണ്ടോ വട്ടം ഫോണിൽ സംസാരിച്ചിരുന്നുവെങ്കിലും അപ്പോഴൊന്നും പ്രതാപ വിശ്വ അവന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചിരുന്നത്. സിദ്ധാർത്ഥന്റെ വിവാഹം അത്തരത്തിൽ നടന്നതിൽ അദ്ദേഹത്തിന് ഇത്രയും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ ഉപരി അയാളുടെ മനസ്സിനെയാണത് ബാധിച്ചത്. ആളുകളുടെ ചോദ്യങ്ങളും മറ്റും കാരണം അദ്ദേഹത്തിന് അന്ന് അല്പം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രതാപ വിശ്വയുടെ പെട്ടെന്നുള്ള വരവിൽ അതുകൊണ്ട് തന്നെയാണ് വിശ്വനാഥനും ഭയം തോന്നിയത്.
മാത്രവുമല്ല സിദ്ധാർത്ഥന്റെ പേരിൽ ബിസിനസിന്റെ എല്ലാ ചുമതലകളും ഉണ്ടെങ്കിലും ഇപ്പോഴും എല്ലാത്തിന്റെയും പ്രധാന ഉടമ പ്രതാപ വിശ്വ തന്നെയാണ്. അയാൾക്കിപ്പോ വേണമെങ്കിലും ആ ബിസിനസ് കാര്യങ്ങളെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കാനും സാധിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ സിദ്ധാർത്ഥിന് ഇപ്പോൾ ഉള്ള സ്വത്തുക്കളെല്ലാം തന്നെ മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം ആലോചിച്ചപ്പോൾ വിശ്വനാഥന് വല്ലാത്ത ആശങ്കയുണ്ടായി. അയാൾ അങ്ങനെയൊക്കെ കാടുകയറി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പ്രതാപ വിശ്വ വീടിനകത്തേക്ക് കയറി വന്നു. അയാൾ വന്ന ഉടനെ തന്നെ ഹാളിൽ കയറിയിരുന്നു. അപ്പോൾ വിശ്വനാഥനും ഗീതാമ്മയും പടിയിറങ്ങി താഴേക്ക് ചെന്നു. ഗീതാമ്മയും വിശ്വനാഥനും വിളറിയ മുഖത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എന്തു പറ്റി? വിശ്വനാഥൻ ചോദിച്ചു. നിന്നെ കാണാൻ വരാൻ എനിക്കിപ്പോൾ മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ വന്നത്. ഞാൻ കിരണിനെയും വിളിച്ചിട്ടുണ്ട്. അവനും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. വിശ്വനാഥനെ നോക്കി പ്രതാപ വിശ്വ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വനാഥന്റെ മുഖം കൂടുതൽ വിളറി. സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും കിരണിനെ ഏൽപ്പിക്കാനായിരിക്കും പ്രതാപ വിശ്വയുടെ ശ്രമം എന്നായിരുന്നു അയാൾ കരുതിയിരുന്നത്. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ വിശ്വനാഥൻ ഗീതാമ്മയെ നോക്കി. നീ അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. ഭർത്താവ് പറഞ്ഞത് കേട്ട് ഗീതാമ്മ അകത്തേക്ക് നടന്നു. അപ്പോൾ പ്രതാപ വിശ്വനാഥനെ നോക്കി പറഞ്ഞു. നിന്റെ മകനും മരുമകളും സുഖമായിരിക്കുന്നു. നീ അവരെ പറ്റിയിട്ടൊന്നും അന്വേഷിച്ചില്ലേ? അച്ഛൻ ചോദിച്ചത് കേട്ട് വിശ്വനാഥൻ പറഞ്ഞു. ഞാനെന്തിനാ അവരുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്? എനിക്കതല്ലല്ലോ പണി. മാത്രവുമല്ല ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല. സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛൻ കണ്ടതല്ലേ? വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് പ്രതാപ വിശ്വ അവനെ നോക്കി. എത്രയൊക്കെ പറഞ്ഞാലും നിന്റെ സ്വന്തം മകനല്ലേ സിദ്ധു. അപ്പോ നീ അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് യാതൊരുവിധ വിരോധവുമില്ല. അവനോട് മാത്രമല്ല ആരോടും. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് വിശ്വനാഥന് അല്പമെങ്കിലും സമാധാനം തോന്നിയത്. അപ്പോഴേക്കും ഗീതാമ്മ അവർക്ക് കുടിക്കാൻ കാപ്പി എടുത്തു വന്നു. ഗീത നീട്ടിയ കാപ്പി വാങ്ങിച്ചു കുടിച്ച് പ്രതാപ വിശ്വ വിശ്രമിക്കുമ്പോൾ കിരൺ കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. കിരണിനെ കണ്ട ഉടനെ തന്നെ പ്രതാപ വിശ്വ അവനോട് ഇരിക്കാൻ പറഞ്ഞു. കിരണിന്റെ മുഖത്ത് നല്ല ഉത്സാഹമുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ സ്വത്തുക്കളെല്ലാം തന്റെ പേരിലേക്ക് മാറ്റുമെന്ന് തന്നെയാണ് അവനും കരുതിയിരുന്നത്. അല്ലെങ്കിലും തന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നവൻ ചിന്തിച്ചു. അവന്റെ മുഖത്ത് തെളിച്ചം കണ്ടപ്പോൾ വിശ്വനാഥനും അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഊഹിച്ചെടുക്കാൻ സാധിച്ചു. അവരെ നോക്കി പ്രതാപ വിശ്വ പറഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പ്രതാപ് പറഞ്ഞത് കേട്ട് കിരൺ അവരെ നോക്കി പറഞ്ഞു. എന്താ മുത്തശ്ശ, എന്താ കാര്യം? കിരൺ ചോദിച്ചു. അത് കേട്ട് പ്രതാപ് പറഞ്ഞു. നിനക്ക് നീലിമയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? മുത്തച്ഛൻ അങ്ങനെ ചോദിച്ചത് കേട്ട് കിരൺ ഒന്ന് അത്ഭുതപ്പെട്ടു. കാരണം നീലിമ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ അവൾ അവന്റെ സഹോദരന്റെ ഭാര്യയായിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അവളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല. അപ്പോൾ മുത്തശ്ശൻ തുടർന്നു. ഞാൻ ചോദിച്ചത് നീലിമ വളരെ നല്ലൊരു കുട്ടിയാണെന്ന് എനിക്കറിയാം. അവൾ നിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണെന്നും എനിക്കറിയാം. അവളുടെ സ്വഭാവം എങ്ങനെയാണ്? അവൾ നമുക്ക് പറ്റിയ കൂട്ടാണോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് കിരൺ പറഞ്ഞു. അത് മുത്തശ്ശ, എനിക്ക് അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മുടെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അവൾ അവളുടെ വീട്ടുകാരുമായി വലിയ അടുപ്പത്തിലൊന്നുമല്ല. വളരെ വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയതായിരുന്നു. പിന്നീട് തിരിച്ചു വന്നതാണ്. ഇത്രയല്ലാതെ മറ്റൊന്നും എനിക്ക് അവളെ പറ്റിയിട്ട് അറിയില്ല. കിരൺ പറഞ്ഞത് കേട്ട് പ്രതാപ വിശ്വ അവനെ തന്നെ നോക്കി. എന്നിട്ട് വീണ്ടും പറഞ്ഞു. എനിക്ക് ആ കുട്ടി സിദ്ധാർത്ഥിനെ കല്യാണം കഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്വേഷിച്ചിടത്തോളം ആ കുട്ടി ബിസിനസ് കാര്യങ്ങളിൽ വളരെ ബ്രില്യൻ്റ് ആണ്. അങ്ങനെയുള്ള പെൺകുട്ടി തന്നെയാണ് സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ വരേണ്ടതും. ലാവണ്യ ആയാലും നീലിമ ആയാലും അവന്റെ ഭാര്യ. എനിക്കത് മരുമകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മളും അംഗീകരിക്കുകയല്ലേ പറ്റൂ. പ്രതാപ വിശ്വ പറഞ്ഞു. അത് കേട്ട് വിശ്വനാഥൻ അയാളെ തന്നെ നോക്കി. അതേ അത്ഭുതം തന്നെ ഗീതാമ്മയുടെ മുഖത്തും പ്രകടമായിരുന്നു. മുൻപ് അച്ഛൻ ഇങ്ങനെയൊന്നല്ല സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നീലിമക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് ആ അത്ഭുതം എല്ലാവരിലും ഉണ്ടായിരുന്നു. വിശ്വ, ആ കുട്ടിയെയും നിന്റെ മകനെയും വിളിച്ച് അവർക്ക് നീ ഒരു വിരുന്ന് കൊടുക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും. അച്ഛൻ വീണ്ടും പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ അയാളെ തന്നെ വിശ്വാസം വരാതെ മട്ടിൽ നോക്കി. അച്ഛൻ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് അച്ഛൻ എന്തറിയാമെന്നാണ് ഈ പറയുന്നത്? വിശ്വനാഥൻ ചോദിച്ചു. അത് കേട്ട് പ്രതാപ് പറഞ്ഞു. ആ പെൺകുട്ടി എന്തായിരുന്നാലും ആരായിരുന്നാലും ഇപ്പോ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ്. അത് മാത്രമേ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. അയാൾ പറഞ്ഞു നിർത്തി. അപ്പോൾ കിരൺ വിശ്വനാഥനെ നോക്കി. അച്ഛാ, അവൾ ആരായിരുന്നാലും ഞാൻ സ്വീകരിച്ചേനെ. അവൾ അഥവാ ഒരു വിവാഹമോചിതയായിരുന്നാലും ഞാൻ സ്വീകരിച്ചേനെ. പക്ഷേ ഇതങ്ങനെയല്ല. അവൾക്കൊരു കുട്ടിയുണ്ട്. അതിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. വിശ്വനാഥൻ പറഞ്ഞു നിർത്തിയത് കേട്ട് പ്രതാപ വിശ്വ ഞെട്ടിപ്പോയി. എന്താ എന്താ നീ പറഞ്ഞത്? ആ പെൺകുട്ടിക്ക് മറ്റൊരു കുഞ്ഞുണ്ടെന്നോ?
അതെങ്ങനെ സംഭവിക്കും? അപ്പോ നമ്മുടെ സിദ്ധാർത്ഥ് അവന്റെ ജീവിതം എന്താവും? പ്രതാപ് വിശ്വ അത്ഭുതപ്പെട്ട് ചോദിച്ചു. അയാൾക്ക് സത്യത്തിൽ നീലിമയെ വല്ലാതെ ബോധിച്ചിരുന്നു. ആ പെൺകുട്ടിയെ കുടുംബത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പറയാനും കൂടിയാണ് അയാൾ വന്നത്. പക്ഷേ ഇപ്പോൾ വിശ്വനാഥൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു ആശങ്ക തോന്നി. അയാൾ ഒന്നും പറയാതെ മകനെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവളെ അവളുടെ വീട്ടിൽ പോലും കയറ്റാറില്ല. അവൾക്ക് ബന്ധുക്കളില്ല. അങ്ങനെയുള്ള അവളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അവളുടെ വീട്ടിൽ നിന്ന് തന്നെ അവളെ ആട്ടി ഓടിച്ച് വിട്ടതാണെന്നാ കേട്ടത്. വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് പ്രതാപ് വിശ്വ മിണ്ടാതിരുന്നു. അയാൾക്ക് സത്യത്തിൽ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അത് കേട്ട് കിരൺ പറഞ്ഞു, മുത്തശ്ശ, അങ്കിൾ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. എനിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇവളെ സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്താക്കിയതാണ്. കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം പ്രതാപ് വിശ്വ പറഞ്ഞു, വിശ്വ, നിന്റെ മകന്റെ അഹങ്കാരമാണ് അവൻ ഈ കാണിച്ചത്. ഈ ഒരു കാര്യം നമ്മുടെ കുടുംബത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ലേ? ഇത്ര മോശം ഒരു കാര്യം സിദ്ധാർത്ഥ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇനി എങ്ങനെ തലയുയർത്തി നടക്കും? അവനെ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പ്രതാപ വിശ്വയുടെ കോപം കണ്ട് വിശ്വനാഥൻ ഭയന്നു. അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. BP ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം. തൽക്കാലം അച്ഛൻ ശാന്തരായിരിക്കണം. വിശ്വനാഥൻ അച്ഛനെ തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ പ്രതാപ വിശ്വ അപ്പോഴേക്കും ചിന്തിച്ചത് കുടുംബത്തിന് വരാൻ പോകുന്ന അപമാനത്തെക്കുറിച്ചായിരുന്നു. അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിന്റെ അമ്മയായ നീലിമയുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. വിശ്വ കുടുംബത്തിന് തന്നെ അത് മാനക്കേടായിരിക്കും. അതെല്ലാം ചിന്തിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നീ തന്നെ അത് കണ്ടെത്താൻ ശ്രമിക്കണം, അയാൾ പറഞ്ഞു. താൻ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് അച്ഛന് ഉറപ്പു കൊടുത്ത ശേഷം വിശ്വനാഥൻ അയാളുടെ മുറിയിലേക്ക് പോയി. സത്യത്തിൽ ഇതിനെന്ത് പരിഹാരം കണ്ടെത്തുമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. എങ്കിലും അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. കിരൺ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടനെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ അച്ഛനോടും പറഞ്ഞു. അയാൾ അത് കേട്ട് വളരെയധികം സന്തോഷിച്ചു. പക്ഷേ കിരണിന്റെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും തന്നെ തെളിഞ്ഞു വന്നില്ല. അവൻ അപ്പോഴേക്കും ചിന്തിച്ചത് നീലിമയെക്കുറിച്ച് തന്നെയായിരുന്നു. മുൻപ് ചിന്തിച്ചിരുന്ന രീതിയിൽ അവളെ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് സ്വന്തമാക്കണമെന്നായിരുന്നില്ല ഇപ്പോൾ അവന്റെ ആഗ്രഹം. അവൻ അവളെ പൂർണ്ണമായും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവന്റെ ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ കൂടെ ഉണ്ടാവണമെന്ന് കിരണിന് ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ നീലിമ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന കിരണിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അധ്യായം 315 നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ അധ്യായം 316 മുതൽ 320 വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. തുടർന്നും സപ്പോർട്ടും ലൈക്കും ഹൈപ്പൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ബൈ ബൈ.